ഫോർത്ത് മൊഡ്യൂളിലെ കെമിസ്ട്രി ഫോർത്ത് മൊഡ്യൂളിലെ ഹാർഡ്നെസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോർഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർഡ്നെസ് എന്താണെന്നും ടെമ്പററി ഹാർഡ്നെസ്, പെർമനൻറ്റ് ഹാർഡ്നെസ്, അതേപോലെ വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ് ലൈക്ക് റിവേഴ്സ് ഓസ്മോസിസും അയൺ എക്സ്ചേഞ്ച് റെസിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള സോഫ്റ്റനിങ് മെത്തേഡൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടിന്യൂഷനായിട്ടാണ് ക്ലാസ് തരുന്നത്. അപ്പോൾ 1 ആയിട്ട് തന്നെ പഠിച്ചു പോയിക്കോളുക. ഇന്നിവിടെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ സിലബസിൽ പ്രോപ്പറായിട്ട് പറയുന്നതാണ്, ന്യൂമെറിക്കൽസ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് എന്നൊക്കെ. ഇതിൽ 2-3 ടൈപ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ടർ സാമ്പിൾ കണ്ടെയ്ൻസ് 408 milligram ഓഫ് കാൽഷ്യം സൾഫേറ്റ് പെർ ലിറ്റർ. കാൽക്കുലേറ്റ് ദി ഹാർഡ്നെസ് ഇൻ ടേംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻസ്. കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻ്റ് ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാനൊക്കെ സെലക്ട് ചെയ്തു. എന്താണ് റീസൺസ് ഒക്കെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോബ്ലത്തിലും കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഹാർഡ്നെസ്സിൻ്റെ ഇക്വേഷൻ ഒരു ഇക്വേഷനായിട്ടും നമ്മൾ മുമ്പേ പഠിച്ചിട്ടില്ല. ഹാർഡ്നെസ്സിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ച് തന്നെ പഠിച്ചോളണം. മാസ് ഓഫ് HPS ഇൻറ്റു ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡ് ബൈ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS. ഇവിടെ HPS എന്ന് പറഞ്ഞാൽ സൈഡിലായിട്ട് എഴുതി വെച്ചോളൂ. ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ആണ്. ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ്, ഹാർഡ്നെസ്സിന് കാരണമായിരിക്കുന്ന സബ്സ്റ്റൻസ്, അതാണ് എന്ത് HPS എന്ന് പറയുന്നത്, ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഓക്കെ, മാസ് ഓഫ് HPS ഗിവൺ വാല്യൂ ആണ്. ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് നമുക്കറിയാം. ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS കാണണം. ദെൻ ഹിയർ മാസ് ഓഫ് HPS എന്ന് പറഞ്ഞാൽ 408 milligram ആണ്, ഗിവൺ വാല്യൂ ആണ്. ദെൻ മോളിക്കുലർ മാസ് ഓഫ് കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യത്തിന് 40, സൾഫർ 32, ഓക്സിജൻ 16 × 4, 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 16 × 4, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 136 കിട്ടും. ഇങ്ങനെ ഒരു സൾഫർ, ഓക്സിജൻ, കാൽഷ്യം ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. 40 ആണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. കുറച്ച് മെഗ്നീഷ്യം, സൾഫർ, മെഗ്നീഷ്യം, ഓക്സിജൻ, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് ഉണ്ടാവും ഇതിൽ. അറ്റോമിക് മാസ് കാണേണ്ടത്. അപ്പോൾ മോളിക്കുലർ മാസ് കാണണമെങ്കിൽ അതിൻ്റെ ഓരോന്നും എടുത്തിട്ട് ആഡ് ചെയ്യുകയാണെന്നറിയാലോ. അപ്പോൾ ഇവിടെ കാൽഷ്യം സൾഫേറ്റിൻ്റെ മോളിക്കുലർ മാസ് 136. ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് ഡയറക്റ്റ് പ്രോബ്ലത്തിലൊക്കെ ഇട്ട് എഴുതിയാൽ മതി. ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് കാണാൻ ഇക്വേഷനാണ് മോളിക്കുലർ വെയിറ്റ് പെർ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് 136 കിട്ടിയിട്ടുണ്ട്. ദെൻ ഇതിൽ ഏതാണോ പോസിറ്റീവ് അയൺ ആയിട്ടുള്ളത് നോക്കുക. കാൽഷ്യമാണ് ഇവിടെ പോസിറ്റീവ് അയൺ, അതിന് Ca2+ എന്നുള്ള ചാർജാണ് കൊടുക്കുക. അപ്പോൾ ആ പ്ലസ് ഒന്നും വേണമെന്നില്ല, 2 മാത്രം ഒന്ന് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 136 ഡിവൈഡ് ബൈ 2 = 68. ഓക്കെ, ഹിയർ Ca2+ ഈസ് ദ പോസിറ്റീവ് അയൺ. സോ ഹാർഡ്നെസ് ഈക്വൽ ടു നമ്മളെ ഫസ്റ്റിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. മാസ് ഓഫ് HPS 408 ഇൻറ്റു ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ആണ്. അത് അണ്ടർസ്റ്റുഡ് വാല്യൂ ആണ്. അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് കാണണമെങ്കിൽ അവിടെ ആ 100 ഡിവൈഡഡ് ബൈ അതിലുള്ള പോസിറ്റീവ് അയോണായ കാൽഷ്യത്തിൻ്റെ ചാർജ് 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ 50 കിട്ടുന്നു. അതുകൊണ്ടാണ് അവിടെ നമ്മൾ 50 എന്നുള്ള വാല്യൂ എഴുതിയിരിക്കുന്നത്. ഇത് ഈ സ്റ്റെപ്പിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ടൊന്നും പറയാണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞത് 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ 2 വരുന്നത് കാൽഷ്യത്തിൻ്റെ ചാർജായ 2. കാൽഷ്യമാണ് അവിടെ. കാൽഷ്യം കാർബണേറ്റിലും കാൽഷ്യം സൾഫേറ്റിലും ഒക്കെ പോസിറ്റീവ് അയോൺ ആയിട്ടുള്ളത് കാൽഷ്യമാണ്. അതിൻ്റെ ചാർജ് 2+ ആണ്. പ്ലസ് ചെയ്താതെ 2 കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് 50 എന്നുള്ളത്. Therefore hardness equal to 408 into 50 divided by ഇക്വേഷൻ എന്താണുള്ളത്, ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS ആണ്. വീണ്ടും ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS നമ്മൾ ഈ സ്റ്റെപ്പിൽ കണ്ടുവച്ചതാണ് 68. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 300 mg/L ഓർ 300 ppm. ഈ mg/L ppm സെയിം വാല്യൂ തന്നെയാണ്. ഇതൊക്കെ ഹാർഡ്നെസ്സിൻ്റെ യൂണിറ്റ്സ് ആണ്. ppmലോ mg/L നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ എന്തിലാണോ തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുകയും വേണം. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, calculate hardness of water sample having 4 milligram calcium
ബൈകാർബണേറ്റ് പെർ ലിറ്റർ. 4 mg ആണ് HPS തന്നിരിക്കുന്നത്. HPS ആയിട്ടുള്ളത് കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, ഹാർഡ്നെസ് കാണാൻ ഇക്വേഷൻ mass of HPS into equivalent weight of calcium carbonate divided by equivalent weight of HPS. Here mass of HPS is 4 mg, molecular mass of calcium bicarbonate that we have to calculate. കാൽഷ്യത്തിൻ്റെ atomic mass 40 plus H ഹൈഡ്രജൻ്റെ 1, കാർബണിൻ്റെ 12, then plus 3 ഓക്സിജൻ ഉണ്ട്. 16 into 3 അവിടെ ഹോൾ ട്വൈസ് ആണ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഹൈഡ്രജൻ മുതൽ ഹൈഡ്രജനെയും കാർബണിനെയും ഓക്സിജനെയും 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വി വിൽ ഗെറ്റ് 162. ആ മോളിക്കുലർ മാസ് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ആറ്റോമിക് മാസ് കണ്ടിട്ട് വാല്യൂ കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഇവിടെ കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് കിട്ടിയിരിക്കുന്നത് 162 ആണ്. എന്ത് ചെയ്യണം? ഇക്വലൻ്റ് വെയിറ്റ് കാണണമെങ്കിൽ ആ 162ന് പോസിറ്റീവ് അയൺ ഏതാണോ അതിൻ്റെ ചാർജ് എത്രയാണോ നോക്കിയിട്ട് അതുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഹിയർ പോസിറ്റീവ് അയൺ ഈസ് കാൽഷ്യം ഇറ്റ്സെൽഫ്. ദെൻ വി ഹാവ് ടു ഡിവൈഡ് 162 ഡിവൈഡഡ് ബൈ 2 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. ദെൻ വി വിൽ ഗെറ്റ് 81. ഓക്കെ, സോ ഹാർഡ്നെസ് ഈക്വൽ ടു HPS മാസ് ഓഫ് HPS എന്ന് പറഞ്ഞത് 4 mg ആണ്. 4 into ഈ 50 again വന്നു. 50 മീൻസ് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ആണ്. ദാറ്റ് മീൻസ് 100 ഡിവൈഡഡ് ബൈ 2 ആണ്. അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുന്നു. ഡിവൈഡഡ് ബൈ 81. ഓക്കെ, വി വിൽ ഗെറ്റ് 2.46 milligram per liter or 2.46 ppm. ഇതും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് കിട്ടാൻ പോകുന്നതാണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ടോ 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ടോ വരെ ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ സിലബസിലൊക്കെ ഇത് നിങ്ങളുടെ ഈ റിവൈസ്ഡ് ആയിട്ടുള്ള 2024 സ്കീമിലാണെങ്കിലും ന്യൂമെറിക്കൽസ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഒന്നും പഠിക്കാതെ പോകരുത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്. Okay, next problem. A sample of water contains the following dissolved salts: magnesium bicarbonate 22 mg per liter, magnesium chloride 30 mg per liter, calcium chloride 85 mg per liter, calcium sulfate 28 mg per liter. നേരത്തേക്ക് നമുക്ക് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഒരെണ്ണേ തന്നുള്ളായിരുന്നു. ഇവിടെ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഒന്നും ഇല്ല, 2-3 തന്നു എന്നുള്ളതേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് 2-3 HPS ഉള്ളത് കാരണം ഒന്ന് കോളം വരച്ചൊന്ന് ഇതാണ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 2 3 4 5 6 കോളം ക്രിയേറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ കൂടെ തന്നെ വരച്ച് പഠിക്കുക കേട്ടോ. വീഡിയോ വേണേൽ പോസ് ചെയ്തിട്ട് വരച്ച് തന്നെ പഠിച്ചോളുക. ഫസ്റ്റ് കോളത്തിൽ HPS ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ആയ HPS കൊടുക്കാം. അതിൻ്റെ മോളിക്കുലർ മാസ്. സെക്കൻഡ് കോളം തേർഡ് ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. ദെൻ ഈക്വലൻ്റ് മാസ് മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ ചാർജ് മാസ് ഓഫ് HPS. ദെൻ ഹാർഡ്നെസ് ഫൈനലി കാണാനുള്ള ഹാർഡ്നെസ് mass of HPS into equivalent weight of calcium carbonate divided by equivalent weight of HPS. ഇതാണ് ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി എഴുതുന്നതും പഠിച്ചതുമാണ്. ഇത് ഫസ്റ്റ് ഏതായാലും നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന HPS മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ദാറ്റ് ഈസ് 22 mg per liter. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസസ് 1 2 3 4 ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതി വെക്കുക. മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്. ദെൻ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് കാണാനുള്ളതാണ്. അപ്പോൾ മെഗ്നീഷ്യം ബൈകാർബണേറ്റിന് മോളിക്കുലർ മാസ് കാണാം. മെഗ്നീഷ്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർത്ത് വെച്ചോളാം 24 ആണ്. അതേപോലെ കാൽഷ്യം 40, സൾഫർ 32, ഹൈഡ്രജൻ 1, കാർബൺ 12, ഓക്സിജൻ 16, ക്ലോറിൻ 35.5, ഓക്സിജൻ 16 പറഞ്ഞു. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ,
ഇവിടെ ഒന്നാമത്തത് മെഗ്നീഷ്യം ബൈകാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് കാണാം 24 പ്ലസ് 1 പ്ലസ് 12 പ്ലസ് 3 ഇൻറ്റു 16 ട്വൈസ്. ആ ഹൈഡ്രജൻ മുതൽ അതിനെ ട്വൈസ് ചെയ്യുക. വി വിൽ ഗെറ്റ് 146. ഡയറക്റ്റ് അങ്ങ് അറ്റോമിക് മാസസ് കൂട്ടിയിട്ടാണ് മോളിക്കുലർ മാസ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് അവിടെ മെഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, സൾഫർ ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിച്ചാൽ അതൊന്നും തരില്ല കേട്ടോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. ആ ഒരു അറ്റോമിക് മാസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോളണം. ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ, അധികമൊന്നും ഇതിൽ ചോദിക്കാനില്ല. ദെൻ അതിൻ്റെ ചാർജ്, പോസിറ്റീവ് ചാർജ് ഏതാണോ മെഗ്നീഷ്യമാണ്, മെഗ്നീഷ്യത്തിന് 2 ആണ്. 2 പ്ലസ് ഉള്ളത് 2 എന്നെടുത്താൽ മതി. ദെൻ ഇക്വലൻ്റ് മാസ് ആണെങ്കിൽ ഇവിടെ കിട്ടിയ മോളിക്കുലർ മാസ് 146 ഡിവൈഡഡ് ബൈ ദിസ് 2, അതിൻ്റെ ചാർജ് ജസ്റ്റ് വി വിൽ ഗെറ്റ് 73. ഓക്കെ, ഇതൊക്കെ മനസ്സിലായല്ലോ. ദെൻ മാസ് ഓഫ് HPS, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്. മാസ് ഓഫ് HPS എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട്. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് 22 mg/L ആണ്. അതും ഡയറക്റ്റ് ഇങ്ങോട്ട് എഴുതുക. ദെൻ ഈ ഹാർഡ്നെസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ടായി പഠിച്ച് പോയിക്കൊണ്ട് മാസ് ഓഫ് HPS ഇൻറ്റു ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS. സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് മാസ് ഓഫ് HPS അറിയാം 22 ആണ്. 22 ഇൻറ്റു 50 വന്നത് ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെത് മോളിക്കുലർ മാസ് 100 ആണ്. ഈ 100നെ ബൈ 2 കൊണ്ട് ചെയ്യണം. അതായത് ഇവിടെയുള്ള പോസിറ്റീവ് അയോണായ കാൽഷ്യത്തിൻ്റെ ചാർജ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം, എന്നെങ്കിലാണ് ഇവിടെ 50 കിട്ടുന്നത്. 50 ഡിവൈഡ് ബൈ 73 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് 15.06 mg/L. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെഗ്നീഷ്യം ക്ലോറൈഡാണ് സെക്കൻഡ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ആയുള്ളത്. മെഗ്നീഷ്യം ക്ലോറൈഡിൽ 24, അതിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ 24, മെഗ്നീഷ്യത്തിന് 24 ആണ്. ദെൻ ക്ലോറിൻ 2 ഉണ്ട്, ഒരെണ്ണത്തിന് 35.5 ആണ്, 2 ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു 35.5 ഈക്വൽ ടു 95. ഓക്കെ, ദെൻ ചാർജ് ഓഫ് പോസിറ്റീവ് അയൺ ഇവിടെയും മെഗ്നീഷ്യത്തിന് 2 ആണ്, 2 പ്ലസ് ആണ്. ദെർഫോർ വി ഹാവ് ടു ഡിവൈഡ് ബൈ 2, 95 ഡിവൈഡഡ് ബൈ 2 we will get 47.5. Then mass of HPS മെഗ്നീഷ്യം ക്ലോറൈഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 30 mg/L ആണ്. അതുകൊണ്ട് we have to write this value in this column. Mass of HPS for MgCl2 is 30. Then value substitute ചെയ്യുക. ഹാർഡ്നെസ് കാണാനുള്ളത് 30 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 47.5 ഈക്വൽ ടു 31.58 mg/L. ഓക്കെ, അപ്പോൾ ഒന്നാമത് 15.06 കിട്ടി, സെക്കൻഡ് വൺ 31.58 കിട്ടുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോ ആൻസർ നോക്കിക്കേ. ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ് ചെയ്തോ? കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ 40 പ്ലസ് 2 ഇൻറ്റു 35.5 ഈക്വൽ ടു 112നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 55.5 കിട്ടുന്നു. ദെൻ ഗിവൺ വാല്യൂ ആയിട്ടുള്ള മാസ് ഓഫ് HPS കാൽഷ്യം ക്ലോറൈഡ് തന്നിരിക്കുന്നത് 85 mg/L ആണ്. അതിവിടെ എഴുതുന്നു. ദെൻ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് വി വിൽ ഗെറ്റ് 76.8. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷനിലെ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ബൈ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS എന്നുള്ളത്, ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ നമുക്കറിയാം മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ 2 ഇക്വലൻ്റ് ചാർജ്, ഈക്വൽ ചാർജ് ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെയും ഇവിടെ കാൽഷ്യം മെഗ്നീഷ്യമൊക്കെ ആണെങ്കിൽ 2 ആണല്ലോ ചാർജ്. ഇങ്ങനെയാകുമ്പോൾ ഇവിടെ എങ്ങനെ തുടങ്ങാം, നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ അത് വാല്യൂ കൊടുക്കാം. പക്ഷേ എല്ലാത്തിൻ്റെയും 2 അല്ല എങ്കിൽ, ഈ ചാർജ് ഓഫ് പോസിറ്റീവ് അയൺ 2 അല്ല എങ്കിൽ അത് കൺഫ്യൂഷൻ ആവും. 2 ആണെങ്കിൽ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, 100 ഡിവൈഡ് ബൈ 2
എഗെയിൻ ഡിവൈഡഡ് ബൈ ഈ വെയിറ്റ് ഇക്വലൻ്റ് വെയിറ്റ് എത്രയാണോ കിട്ടുന്നത് അത് ഡിവൈഡ് ബൈ 2 ആണല്ലോ. അതിന് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്ന സമയത്ത് 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ദാറ്റ് വാല്യൂ. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, 100 ഡിവൈഡഡ് ബൈ ഇവിടെ കിട്ടുന്ന മോളിക്കുലർ മാസ്. ഫോർ എക്സാമ്പിൾ കാൽഷ്യം ക്ലോറൈഡ് ഒക്കെ ആണെങ്കിൽ 1 എന്നുള്ളതൊക്കെയാണ് കിട്ടുന്നത്. കുറച്ച് കൺഫ്യൂഷനാണ്, പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് വന്നിരിക്കാം എന്തിനാണ് അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ഡൗട്ട് വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. ഇക്വലൻ്റ് വെയിറ്റ് ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കാം, പക്ഷേ എന്താണ് കണ്ടീഷൻ, എന്താണ് ഈ 2 കോമ്പൗണ്ടിൻ്റെ അതായത് കാൽഷ്യം കാർബണേറ്റിൻ്റെയും ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസിൻ്റെയും ചാർജ് ഓഫ് പോസിറ്റീവ് അയൺ 2 ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ നമുക്കവിടെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആ 2 ക്യാൻസലായിട്ട് ബാക്കിയുള്ളത് 100 ഡയറക്റ്റ് 100 ഡിവൈഡഡ് ബൈ എത്രയാണോ മോളിക്കുലർ മാസ് കിട്ടുന്നത് അത് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഇവിടെ തന്നെ സ്റ്റെപ്പിൽ ഇതിൻ്റെ ഇക്വലൻ്റ് മാസ് കണ്ടിട്ട് ഇക്വലൻ്റ് മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് ഫോർത്ത് ഹെഡ് HPS ആണ് കാൽഷ്യം സൾഫേറ്റും. ഇവിടെ മോളിക്കുലർ മാസ് കാണാൻ 40 + 32 സൾഫറിൻ്റെ 32 ആണ്, പ്ലസ് 4 × 16 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 4 × 16 = 136. ഇവിടെ ഇക്വലൻ്റ് വെയിറ്റ് കാണുന്നു. ഇക്വലൻ്റ് വെയിറ്റ് ചാർജ് ഓഫ് പോസിറ്റീവ് അയൺ 2 ആണ്. ഇക്വലൻ്റ് വെയിറ്റ് കാണാൻ ഈ 136 ഡിവൈഡ് ബൈ 2 = 68. ദെൻ 28 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്, മാസ് ഓഫ് HPS. Then last hardness കാണാൻ 28 × 50 divided by 68, again 20.58. Okay, നമ്മളെ ക്വസ്റ്റ്യൻ സാമ്പിൾ ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് ഫോളോയിങ് dissolved salt. കാൽക്കുലേറ്റ് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററിയും പെർമനൻറ്റ് ഹാർഡ്നെസ്സും കാണാനായിരുന്നു തന്നിരിക്കുന്നത്. നേരത്തെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ എന്തായിരുന്നു, കാൽക്കുലേറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ സാമ്പിൾ ആയിരുന്നു. ഇവിടെയോ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് കാണണം. അതിനുവേണ്ടി നമുക്കറിയാം ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ്, കാൽഷ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ കാർബണേറ്റ് സോൾട്ടാണെന്ത് ടെമ്പററി ഓർ ബൈകാർബണേറ്റ് സോൾട്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെ ആൽക്കലൈൻ ഹാർഡ്നെസ് എന്നും കാർബണേറ്റ് ഹാർഡ്നെസ് എന്നൊക്കെ പറയാമെന്നുള്ള മറ്റു പേരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. അതേപോലെ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈഡ്സോ സൾഫേറ്റോ ആണെന്ത് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, therefore we have to കാൽക്കുലേറ്റ് ദ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇവിടെ ബൈകാർബണേറ്റ് ഏതൊക്കെയാണോ ഉള്ളത് ആ ബൈകാർബണേറ്റിന് തന്നെ ആയിരിക്കും എന്ത് ടെമ്പററി ഹാർഡ്നെസ് എന്നുള്ളതും, ക്ലോറൈഡ് സൾഫേറ്റ്സ് ഉണ്ടോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഓക്കെ, ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അപ്പോൾ ബൈകാർബണേറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഉണ്ട് ബൈകാർബണേറ്റ്സ് നോക്കാം. ഒന്നാമത്തത് മാത്രമാണ് ബൈകാർബണേറ്റ്സ് കണ്ടുള്ളത്. മെഗ്നീഷ്യത്തിൻ്റെ ഒരു ബൈകാർബണേറ്റ്സേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. therefore we have to write here. so here temporary hardness is due to magnesium bicarbonates. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര, ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ എത്ര നോക്കാം. ലാസ്റ്റ് കോളത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15.06 mg/L ആണല്ലേ. ആ ഒരു സെയിം ആൻസർ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മാത്രം മതി ഇതിന് ടെമ്പററി ഹാർഡ്നെസ് കാണണമെങ്കിൽ. കാരണം ടെമ്പററി ഹാർഡ്നെസ് ആയിട്ട് ബൈകാർബണേറ്റിന് തന്നിരിക്കുന്നത് ഓൺലി 1 HPS ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അത് എഴുതിയെടുക്കാം. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ ക്ലോറൈഡ്സിൻ്റെയും നോക്കണം സൾഫേറ്റ്സിൻ്റെയും നോക്കണം വിത്ത് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഓക്കെ, ഇവിടെ അപ്പോൾ ക്ലോറൈഡ് 1, 2, 3 ഇല്ലേ, 2 ക്ലോറൈഡും 1 സൾഫേറ്റും ഉണ്ട്. therefore we have to add this together. so permanent hardness is 31.58 plus 76.58 plus 20.58, total 128.74 mg/L. നോക്കിക്കേ, ഈ ഒന്നാമത്തെ എന്താ, അത് ടെമ്പററി ഹാർഡ്നെസ് കാർബണേറ്റ് ആയതുകൊണ്ട് ബൈകാർബണേറ്റ് ആയതുകൊണ്ട് ടെമ്പററി ഹാർഡ്നെസ് പോയി. ദെൻ ഈ മെഗ്നീഷ്യം ക്ലോറൈഡാണ് 31.58 പ്ലസ് കാൽഷ്യം ക്ലോറൈഡാണ് സെക്കൻഡ് വൺ 78.58 പ്ലസ് സൾഫേറ്റ് ആണ് 20.58. ഈ മൂന്നെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു 128.74 കിട്ടുന്നത്. അതാണ് അവിടുത്തെ പെർമനൻറ്റ് ഹാർഡ്നെസ്.
അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളം വരച്ച് തന്നെ ഇങ്ങനെ എഴുതിക്കൊള്ളുക. എന്നിട്ട് ഏതൊക്കെയാണോ ബൈകാർബണേറ്റ് ഉള്ളത് അതായിരിക്കും. ചിലപ്പോൾ ഒന്ന് മാത്രമായിരിക്കും, 1-2 ബൈകാർബണേറ്റ്സ് ഉണ്ടാവാം. 2 ഉണ്ടെങ്കിൽ 2 കൂടി ആഡ് ചെയ്യുക. ബൈകാർബണേറ്റ്സ് മാത്രം നോക്കിയിട്ട് ആഡ് ചെയ്താലാണ് ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. അതേപോലെ പെർമനൻറ്റ് ഹാർഡ്നെസ് ക്ലോറൈഡോ സൾഫേറ്റോ ഉണ്ടോ നോക്കുക. അത് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പെർമനൻറ്റ് ഹാർഡ്നെസ്സും കിട്ടുന്നു. ദെൻ ചില കേസിൽ ടോട്ടൽ ഹാർഡ്നെസ് ചോദിക്കുന്നുണ്ട്, അത് 2 കൂടി ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് കാർബണേറ്റ് ആൻഡ് ഒന്ന് വായിച്ച് നോക്കിക്കേ ക്വസ്റ്റ്യൻ. Calculate carbonate and non-carbonate hardness of a sample of water containing the following dissolved salts in 1 liter. Calcium bicarbonate 32.4 milligram per liter ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. Then calcium sulfate 13.6 milligram per liter. Magnesium chloride 19 milligram. Magnesium bicarbonate 40.6 milligram. Express the answer in degree Clarks and degree French. ഇവിടെ നിങ്ങൾക്ക് മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കിട്ടുന്ന ആൻസറിനെ ഡിഗ്രി ക്ലാർക്സിലോട്ട് ഡിഗ്രി ഫ്രഞ്ച് എന്ന് പറഞ്ഞ മറ്റ് 2 യൂണിറ്റുകളുണ്ട്, അതിലോട്ട് മാറ്റണം. ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെ കുറച്ച് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ലാസ്റ്റ് കിട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നേരത്തെ വരച്ച പോലെ തന്നെ ഒരു 6 കോളം വരയ്ക്കുക. ഫസ്റ്റത്തെ HPS അതിൻ്റെ മോളിക്കുലർ മാസ്, ചാർജ് ഓഫ് പോസിറ്റീവ് ആൻഡ് ഇക്വലന്റ് മാസ്, ദെൻ മാസ് ഓഫ് HPS, ഹാർഡ്നെസ്. ഇങ്ങനെ 6 കോളം വരയ്ക്കുക. ഒന്നാമത്തത് തന്നെ എഴുതാം. HPS കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. അതിൻ്റെത് മോളിക്കുലർ മാസ് 162, പോസിറ്റീവ് ചാർജ് 2 ആണ്. ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 162 by 2 equal to 81. Then given data 32.4 milligram per liter. Then substitute this value in the hardness equation. We will get 32.4 into 50 divided by 81 equal to 20 ppm. Okay. Then second calcium sulfate. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് ഓർത്തോളണം ഏതൊക്കെ ഉണ്ട്, ടെമ്പററി ഏതൊക്കെ ഉണ്ട്. ക്ലോറൈഡ് മീൻസ് സൾഫേറ്റ് ക്ലോറൈഡ് ഒക്കെ നോക്കിക്കോളാം. കാൽഷ്യം സൾഫേറ്റ് ആണ് സെക്കൻഡ് വൺ. അതിൻ്റെ മോളിക്കുലർ മാസ് കാണുന്നു 40 കാൽഷ്യത്തിൻ്റെ, 32 സൾഫറിൻ്റെത്, ഓക്സിജൻ 4 ഉള്ളതുകൊണ്ട് 4 into 16 that is equal to 136/2. 136/2 equal to 68. That is equivalent weight of calcium sulfate. Then given data 13.6. Substitute this equation, this values in equation 13.6 into 50 divided by 68 equal to 10 ppm. Okay, then third magnesium chloride 24. Magnesium chloride 24 plus 2 into 35.5 equal to 95. 95 again 95/2 equal to 47.5. Then given data 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 50 divided by 47.5 equal to 20 ppm. The last magnesium bicarbonate ഇതിന് 146 ആണ് മോളിക്കുലർ മാസ് വരുന്നത്. ഡിവൈഡഡ് ബൈ 2 ഇക്വലന്റ് മാസ് കിട്ടുന്നു. 73 കിട്ടി. ദെൻ 40.6 ആണ് ഗിവൻ ഡാറ്റ മാസ് ഓഫ് HPS എന്ന് പറയുന്നത്. ദെൻ 14.6 into 50 divided by 73 equal to 10 ppm. ആൻസറൊക്കെ നല്ല ക്യൂട്ട് ആൻസേഴ്സാണ്. 20, 10, 20, 10 അല്ലേ? ഓക്കെ, ഇവിടെയാണ് നമ്മൾ കൺവേർഷൻ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എക്സ്പ്രസ് ആൻസർ ഇൻ ഡിഗ്രി ക്ലാർക്സ് ആൻഡ് ഡിഗ്രി ഫ്രഞ്ച്. ഗിവൺ വാല്യൂ എങ്ങനെ മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പ്രസ് ആൻസർ ഇൻ ഡിഗ്രി ക്ലാർക്ക് ആൻഡ് ഡിഗ്രി ഫ്രഞ്ച് എന്നുള്ളതിൽ മാറ്റണം. ഓക്കെ, ഇവിടെ ഈ കൺവേർഷൻ ഒന്ന് പഠിച്ചോളുക, എഴുതി വെച്ച് പഠിച്ചോളുക. 1 ppm equal to 1 milligram per liter equal to 0.1 ഡിഗ്രി ഫ്രഞ്ച്. 1 ppm എന്ന് പറഞ്ഞത് 0.1 ഡിഗ്രി ഫ്രഞ്ച് ആണ്. അതേസമയം 1 ppm എന്ന് പറഞ്ഞത് 0.07 ഡിഗ്രി ക്ലാർക്കാണ്. മറ്റൊരു യൂണിറ്റാണ് മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ എന്ന് പറഞ്ഞത് 0.02 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ. അപ്പോൾ 1 ppm എന്ന് പറഞ്ഞത് 0.1 ഡിഗ്രി ഫ്രഞ്ച് ആണ്, 0.07 ഡിഗ്രി ക്ലാർക്കാണ്, 0.02 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്ററാണ്. ആ ഒരു കൺവേർഷനാണ്. ppmഉം മില്ലിഗ്രാം പെർ ലിറ്ററും സെയിം 1 തന്നെയാണ്. നോക്കേണ്ടത് ഡിഗ്രി ഫ്രഞ്ച്, ഡിഗ്രി ക്ലാർക്ക്, ഡിഗ്രി മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ.
അതിൻ്റെ വാല്യൂക്കാണ്. ജസ്റ്റ് ഈ കിട്ടിയ വാല്യൂ ഏതിലേക്കാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ. ദെൻ ഹിയർ കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയുണ്ട്? കാർബണേറ്റ് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ബൈകാർബണേറ്റ് അല്ലേ? അത് രണ്ടും കൂടെ നോക്കിക്കേ. കാൽഷ്യം ബൈകാർബണേറ്റ് പ്ലസ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ. കാൽഷ്യം ബൈകാർബണേറ്റ് 20 ആണ്, മെഗ്നീഷ്യം കാർബണേറ്റ് 10 ആണ് ഹാർഡ്നെസ് കിട്ടുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 20 + 10 = 30 ppm. ഈ 30 ppm നമുക്ക് ഏതിൽ എക്സ്പ്രസ് ചെയ്യണം? ഡിഗ്രി ഫ്രഞ്ചയിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 30 × ഡിഗ്രി ഫ്രഞ്ചയിലാണെങ്കിൽ 0.1 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ വി വിൽ ഗെറ്റ് 3 ഡിഗ്രി ഫ്രഞ്ച്. ഓക്കെ. ഒന്നുമില്ല, ഡിഗ്രി ഫ്രഞ്ചിലോട്ടാണെങ്കിൽ എഫ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ 0.1 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡിഗ്രി ക്ലർക്കാണെങ്കിലോ, ക്ലർക്ക് കുറച്ചും വലിയ ആളാണെന്ന് വിചാരിച്ചോളൂ. 0.07 വലിയ ആളല്ലേ, ചെറിയ ആളാണല്ലേ, 0.07ലോട്ടാണ് പോകുന്നത്. ഓക്കെ. ക്ലർക്ക് ചെറിയ ആളും ഫ്രാൻസുകാരൻ വലിയ ആളെന്ന് വിചാരിച്ചാൽ മതി. 4. ഓക്കെ. അപ്പോൾ ഈ 30 × 0.07 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.1 ഡിഗ്രി ക്ലർക്കിൽ നമുക്ക് കിട്ടി. ഓക്കെ. ദെൻ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്, ദാറ്റ് ഈസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഏതൊക്കെയുണ്ട്? കാൽഷ്യത്തിൻ്റെ സൾഫേറ്റ് ഉണ്ട്, മെഗ്നീഷ്യത്തിൻ്റെ ക്ലോറൈഡ് ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 10 + 20 ഈസിയാണ്. അഡീഷനൊക്കെ നല്ല വാല്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂട്ട് വാല്യൂസ്. ഓക്കെ. 38 ppm പ്ലസ് ഇവിടെ കിട്ടുന്ന ആൻസർ 30 ppm ആണ്. ഈ 30 ppm നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രഞ്ചുകാരൻ വലിയ ആളായതുകൊണ്ട് 0.1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 കിട്ടുന്നു. ദെൻ 30 × 0.7 = 2.1 ഡിഗ്രി ക്ലർക്ക്. ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺവേർഷൻ പോകുന്നത്. എക്സ്പ്രസ് ഇൻ ഡിഗ്രി ഫ്രഞ്ച് ആൻഡ് ഡിഗ്രി ക്ലർക്ക് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിട്ടിയ ആൻസറിനെ ഡിഗ്രി ഫ്രഞ്ച് ആണെങ്കിൽ 0.1 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഗ്രി ക്ലർക്ക് ആണെങ്കിൽ 0.07 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ആ വാല്യൂ അവിടെ എഴുതി വെച്ചാൽ മതി. ടോട്ടൽ ഹാർഡ്നെസ് കാണാനുണ്ട്. ടോട്ടൽ ഹാർഡ്നെസ് കാണാനൊന്നുമില്ല, നമുക്ക് രണ്ടിൻ്റെയും 30 ആണ് കിട്ടിയിരിക്കുന്നത്. 30 + 30 = 60. എങ്ങനെയാണ്? പെർമനൻറ്റ് ഹാർഡ്നെസ്സും ടെമ്പററി ഹാർഡ്നെസ്സും കൂടെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് കിട്ടുന്നു. ഓക്കെ. 60 ആണ് കിട്ടുന്നത്. ഇവിടെ ടെമ്പററി പെർമനൻറ്റ് തന്നിട്ടില്ല, കൺഫ്യൂഷൻ ആവരുത്. ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ മറ്റൊരു പേരാണ് കാർബണേറ്റ് ഹാർഡ്നെസ് ഓർ ആൽക്കലൈൻ ഹാർഡ്നെസ്. ഇവിടെ തന്നെ എഴുതി വെച്ചോളൂ. ടെമ്പററി ഹാർഡ്നെസ് = കാർബണേറ്റ് ഹാർഡ്നെസ് = ആൽക്കലൈൻ ഹാർഡ്നെസ്. ഈ മൂന്നും ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ പേരാണ്. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ട്, നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് ഉണ്ട്, നോൺ ആൽക്കലൈൻ ഹാർഡ്നെസ് ഉണ്ട്. മൂന്നെണ്ണം അതിൻ്റെ പേരാണ്. ക്വസ്റ്റ്യനിൽ ചിലപ്പം കാൽക്കുലേറ്റ് കാർബണേറ്റ് ഹാർഡ്നെസ്, അതല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്, അതല്ലെങ്കിൽ കാൽക്കുലേറ്റ് നോൺ ആൽക്കലൈൻ ഹാർഡ്നെസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. കൺഫ്യൂഷനായി മാറരുത്. ഈ 3 പേരും ഓരോന്നിനുണ്ടെന്ന് ഓർത്തോളുക. ഇപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് ഇവിടെ 60 ആണ് കിട്ടിയത്. ഈ 60നെ നമുക്ക് ഫ്രഞ്ചിലോട്ടും ക്ലാർക്കിലോട്ടും മാറ്റാൻ ജസ്റ്റ് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ഫ്രഞ്ച് കിട്ടുന്നു. 0.07 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ക്ലർക്ക് കിട്ടുന്നു. ഓക്കെ. ദെൻ അനദർ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഓഫ് 0.04 നോർമൽ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ഈസിയാണ്. ഹാർഡ്നെസ് = അനദർ ഇക്വേഷനാണ്. ഇക്വേഷനൊക്കെ എഴുതി വെച്ചോളാം. ഹാർഡ്നെസ് ഇങ്ങനെ ഒരു നോർമാലിറ്റിയിൽ തന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നോർമാലിറ്റി × ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് × 1000. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. നോർമാലിറ്റിയിലാണ് തന്നതെങ്കിൽ 0.04 നോർമൽ എന്നൊക്കെ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന വാല്യൂ × ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് × 1000 ppm. That's equal to 0.04 × 50 × 1000 = 2000 ppm. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ 3 മാർക്കിനൊക്കെ ചോദിച്ച് കിട്ടിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. നോർമാലിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നോർമാലിറ്റി × ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് 50 ആണ്. 50 മീൻസ് മോളിക്കുലർ മാസ് 100 ആണ്. 100 / 2 = 50 കിട്ടുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. × 1000 ppm. ദാറ്റ്സ് ആൻസർ ഈസ് 2000 ppm. ദെൻ അനദർ ചെറിയൊരു മാറ്റമുണ്ട് ഇവിടെ. കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഓഫ് 0.02 മോളാർ.
മോളാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ മാറ്റണം. മോളാർ Al2 സൾഫേറ്റ് അലുമിനിയം സൾഫേറ്റ് സൊല്യൂഷൻ, അലുമിനിയം സൾഫേറ്റിൻ്റെ 0.02 മോളാറുള്ള അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഹാർഡ്നെസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻറ്റു 1000. ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ബട്ട് നോർമാലിറ്റി ഈസ് മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മൊളാരിറ്റിയിലായതുകൊണ്ട് ആ മൊളാരിറ്റീനെ നോർമാലിറ്റിയിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ കാണാം? നോർമാലിറ്റി കാണാനുള്ള ഇക്വേഷൻ മൊളാരിറ്റിയിലാണ് തന്നതെങ്കിൽ മൊളാരിറ്റിയുടെ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ, അതും സിമ്പിൾ തന്നെയാണ്. മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അലൂമിനിയം സൾഫേറ്റ് ആണ് തന്നിരിക്കുന്ന HPS. അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ അലൂമിനിയാണ്. അലൂമിനിയത്തിൻ്റെ ചാർജ് +3 ആണ് അല്ലേ? ഇവിടെ 2 അലൂമിനിയം ഉണ്ട്. therefore we have to take +3 × 2 = 6. 6 കൊണ്ട് ഈ മോളാർ എന്ന് തന്നിരിക്കുന്ന വാല്യൂവിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് മൊളാരിറ്റീനെ നോർമാലിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നോർമാലിറ്റി ഈക്വൽ ടു 0.02 ആ വാല്യൂ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ഇൻറ്റു 6 ഞാൻ പറഞ്ഞു. അലൂമിനിയത്തിൻ്റെ ചാർജ് അലൂമിനിയാണ് ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോൺ +3 ആണ്. 2 അലൂമിനിയം ഉള്ളതുകൊണ്ട് +3 × 2 = 6. 0.02 × 6 = 0.12 മോളാർ. ഓക്കെ, 0.12 നോർമലാണ് അവിടെ. അതുകൊണ്ട് ആ നോർമലിനെ ഡയറക്റ്റ് നമ്മൾ ഈ നേരത്തേക്ക് ചെയ്ത ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാർഡ്നെസ് ഈക്വൽ ടു 0.12 × 50 × 1000 = 6000 ppm. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മൊളാരിറ്റിയിലാണ് തന്നതെങ്കിൽ ആ മൊളാരിറ്റിയിലുള്ള വാല്യൂവിനെ നോർമാലിറ്റിയിലോട്ട് മാറ്റണം. നോർമാലിറ്റിയിലോട്ട് മാറ്റണമെങ്കിൽ എങ്ങനെയാണ്? മൊളാരിറ്റിയിലുള്ളതിനെ അതിൻ്റെ പോസിറ്റീവ് ചാർജ് കണ്ടെത്തിയിട്ട് പോസിറ്റീവ് ചാർജുള്ള അയോണിൻ്റെ ചാർജ് കണ്ടെത്തിയിട്ട് അതുകൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നോർമാലിറ്റിയിലോട്ട് മാറ്റാൻ പറ്റും. ആ നോർമാലിറ്റിയിൽ കിട്ടിയ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾ സോഡിയം ബൈകാർബണേറ്റ് വരുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ടൈം 1/2 മണിക്കൂറായി. അത് കുറച്ചും കൂടെ ഒന്ന് പറയേണ്ടത് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്യാം, പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് പ്രോബ്ലത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കുക, പറഞ്ഞുതരാം, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.